ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു സ്റ്റിക്ക് ആയിട്ടാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാവുന്നതാണ്. ഇത് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അതുപോലെ ഇത് എല്ലില്ലാണ്ട് എടുത്തിരിക്കുന്ന ഇറച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെയധികം ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ ഇത് കാണണം. പുതിയ വീഡിയോകൾ ലഭിക്കാനായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ ഞെക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ അത് എല്ലില്ലാണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന് നമ്മൾക്ക് ഇതേമാതിരി നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതേമാതിരി കൊത്തി അരിഞ്ഞ് ഇതേമാതിരി ചതയ്ക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. ഇതേമാതിരി കൊത്തി അരിഞ്ഞ് എല്ലാവരും വയ്ക്കുക. ഒരു ചതച്ച രീതിയിൽ നമ്മൾ കുത്തി അരിഞ്ഞ് വയ്ക്കുകയാണ്. ഇനി നമ്മളൊരു ചെറിയ ഉരലിലിട്ട് ഇതൊന്ന് ചതയ്ക്കുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഉരൽ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേമാതിരി നമുക്ക് നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും. ഞാൻ കല്ലിലിട്ട് ചതച്ചത്, കല്ലിലാവുമ്പോൾ ഒന്നും കൂടിയും നമുക്ക് നല്ല രുചിയായിരിക്കും. അതുകൊണ്ടാണ് ഇതേമാതിരി നമുക്ക് എല്ലാവരും ആക്കി വയ്ക്കാം. ഇത് സൺഡേ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും വീടുകളിൽ ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ഇതേമാതിരി ഈ ചിക്കൻ സ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു സ്റ്റാർട്ടറായിട്ട് ഇത് കഴിക്കുവാനും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കണം. ഇതേമാതിരി എല്ലാനും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് ചതയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്സിയിൽ അടിക്കാൻ കുഴപ്പമില്ല. ഇനി ഇതിന് വേണ്ട ചേരുവകളാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിതിൽ ഇതിൻ്റെ ചേരുവകളെല്ലാം ചേർത്തി കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കാശ്മീരി ചില്ലി. ഇനി നമുക്ക് ചതച്ച മുളകാണ്, നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ചതച്ച മുളക് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനിയാണ് നമ്മൾ 10 ചെറിയ ഉള്ളി ഞാൻ അരച്ച് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ചെറിയ ഉള്ളി ആകുമ്പോൾ നമുക്ക് നല്ല രുചിയായിരിക്കും. ഇനിയാണ് ഇഞ്ചി ചതച്ച് വെച്ചത്, ഇഞ്ചി 1 ടീസ്പൂണ് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനിയാണ് വെളുത്തുള്ളി അരച്ച് വെച്ചത് നമുക്കിട്ട് കൊടുക്കാം. ഇനിയാണ് മല്ലിയില നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗരം മസാലയാണ്, നമുക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്തി കൊടുക്കാം. ഇനിയാണ് ഒരു മുറി ചെറുനാരങ്ങ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അത് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ആയാലും വിനാഗിരി ആയാലും ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് നമുക്ക് ചേർക്കാം. 2 കിഴങ്ങാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഞാനൊരു 3/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു മുട്ട ഞാൻ അടിച്ച് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേറെ നമുക്ക് ബ്രെഡ് പൊടിയോ അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത് മാത്രം തന്നെ മതിയാവും. നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. ഇതേ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ചേരുവകളാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും നമുക്ക് വറുത്തെടുക്കുമ്പോൾ കിട്ടും. ഇതിന് നമ്മൾ മസാലകൾ നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാവുന്നതാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്.
ഞാൻ ഒരു മീഡിയം ആയിട്ടാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഈ ഇറച്ചി മസാല കൂട്ട് അങ്ങനെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ഓരോന്ന് ഇതേമാതിരി ഉരുളകളായിട്ട് എടുത്തു വയ്ക്കാം. ഇതിങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് വളരെയധികം ടേസ്റ്റിയാണ്. അതേപോലെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഇത് കഴിക്കുവാനും വളരെ ആഗ്രഹം തോന്നും. അതേപോലെ മുതിർന്നവർക്കും കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് എല്ലില്ലാത്ത ചിക്കനാണ്. ഇതിൽ നമ്മൾ മസാല എല്ലാം പുരട്ടി ഇതേമാതിരി ഉരുളകളാക്കി എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇതുമേ ഓരോ സ്റ്റിക്കുകൾ കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ മുങ്ങി നിൽക്കുവാനുള്ള പരുവത്തിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാനും നമുക്ക് ഓരോന്നായിട്ട് കുത്തി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ സ്റ്റിക്കുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റിക്കുകൾ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് ഈർക്കിലി എടുത്ത് ഇതേമാതിരി എടുത്താലും മതിയാവും. സ്റ്റിക്കുകൾ അതുപോലെ നീളം കൂടുകയാണെങ്കിൽ നിങ്ങൾക്കത് പകുതിയാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇതിങ്ങനെ എണ്ണയിൽ വെച്ച് വറുത്ത് എടുക്കാനുള്ളത് ആയതിനാൽ കുറച്ച് നീളം ഇരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇതെല്ലാം ആക്കി വെച്ചു. ഇനി നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത് പറക്കി വെച്ച് വേവിച്ചെടുക്കാം. ഇതേമാതിരി ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേമാതിരി മുങ്ങി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. നല്ലൊരു ക്രിസ്പിയുമായിരിക്കും. രണ്ട് ഭാഗവും നമുക്ക് തിരിച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ സ്റ്റിക്ക് കബാബ് എല്ലാനും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ചിക്കൻ സ്റ്റിക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും ഇതുണ്ടാക്കി കഴിക്കാൻ തോന്നുന്നില്ലേ? നമ്മുടെ ചാനലിൽ വേറെ വീഡിയോകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ ലഞ്ച്, അങ്ങനെ നിരവധിയായ വീഡിയോകളുണ്ട്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.